ചോദ്യം 14. ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ അഥവാ ഫീഡ്ബാക്ക് എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? എ. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ബി. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. സി. പഠനം തന്നെ വിലയിരുത്തൽ, അസസ്മെന്റ് ആസ് ലേണിംഗ്. ഡി. പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ, ഇന്റേണൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ഇവ മൂന്നും നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന 3 കാര്യങ്ങളാണ്. നമുക്ക് അവ പരിശോധിക്കാം. ആദ്യം നമുക്ക് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് സംബന്ധമായി കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യവും നോക്കാം. അസസ്മെന്റ് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തെ വിലയിരുത്തൽ. അതായത് ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയയാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ വാർഷിക പരീക്ഷ നടത്താറുണ്ട്, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഇതിനെയാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, പഠനത്തെ വിലയിരുത്തൽ. ഇപ്പോൾ പാഠഭാഗങ്ങളുടെ പഠനത്തിന് ശേഷമുള്ള പഠിതാവിൻ്റെ മികവ്, പഠന നിലവാരം എന്നിവയാണ് ഇതിലൂടെ വിലയിരുത്തുന്നത്. ഇത് സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്നതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇത് വിലയിരുത്തലിൻ്റെ ഒരു തലം മാത്രമാണ്. ഇനി നമുക്ക് അസസ്മെന്റ് ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ ചിലത് നോക്കാം. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്: ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട പഠനാനുഭവങ്ങൾ നൽകിയതിന് ശേഷം ക്ലാസ്സിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് താഴെ പറയുന്ന ഏത് ഇനം വിലയിരുത്തൽ രീതിയാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ബി. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. സി. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. ഡി. പഠനം തന്നെ വിലയിരുത്തൽ, ലേണിംഗ് ഫോർ അസസ്മെന്റ്. ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ്, പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം: 3ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നൽകി. ഇത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ്? 3ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നൽകി. ഇത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ്? എ. പഠനത്തിനായുള്ള വിലയിരുത്തൽ. ബി. പഠനത്തെ വിലയിരുത്തൽ. സി. വിലയിരുത്തൽ തന്നെ പഠനം. ഡി. പഠനം തന്നെ വിലയിരുത്തൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പഠനത്തെ വിലയിരുത്തലാണ്. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം: ഗണിതത്തിലെ വാർഷിക പരീക്ഷ ഏത് ഇനം വിലയിരുത്തൽ രീതിയാണ്? ഗണിതത്തിലെ വാർഷിക പരീക്ഷ ഏത് ഇനം വിലയിരുത്തൽ രീതിയാണ്? എ. പഠനത്തിനായുള്ള വിലയിരുത്തൽ. ബി. പഠനത്തെ വിലയിരുത്തൽ. സി. വിലയിരുത്തൽ തന്നെ പഠനം. ഡി. പഠനം തന്നെ വിലയിരുത്തൽ. അവിടെ ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം, പഠനത്തെ വിലയിരുത്തലാണ്. ഇനി നമുക്ക് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ പഠിച്ചത്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനം നടക്കുന്ന വേളയിൽ അതിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിവിധങ്ങളായ ഇടപെടലുകൾ ഉണ്ടാകാം. പഠനത്തിനോടൊപ്പമുള്ള ഈ വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലും വിലയിരുത്തലിൻ്റെ മറ്റൊരു തലമാണ്. ഇതിനെ പഠനത്തിനായുള്ള വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പഠനം നടക്കുന്ന വേളയിലാണ് ഇത് എന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇത് പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കേണ്ടതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇത് സംബന്ധമായി വന്ന ചില ചോദ്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ആ ഭാഗത്തുള്ള അതേ വാക്കുകൾ, അതേ വരികൾ തന്നെയാണ് ചോദ്യമായിട്ടൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നിരിക്കുന്നത്.
പഠനം നടക്കുന്ന വേളയിൽ അതിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ വിലയിരുത്തൽ നടത്തി ഫീഡ്ബാക്ക് നൽകുന്നത് ഏത് തരം വിലയിരുത്തലാണ്? എ. വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ. ആൻസർ സി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം: പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണയ പ്രക്രിയ ഏതാണ്? പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണയ പ്രക്രിയ ഏതാണ്? പഠനത്തെ വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, ബി. പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്, സി. വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ്, ഡി. ആത്യന്തിക മൂല്യനിർണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇവിടെ ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണയ പ്രക്രിയ ഏതാണ്? ആ വാക്കുകൾ ഇവിടെ ഏറ്റവും അവസാന വരിയിൽ നമുക്ക് കാണാം. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കേണ്ടതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമാണ് ഏത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാ ഇവിടെയാണ്. പഠനം നടക്കുന്ന വേളയിൽ അതിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിവിധങ്ങളായ ഇടപെടലുകൾ ഉണ്ടാകാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ വാക്കുകൾ തന്നെ ചോദ്യമായി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ അവസാനത്തെ വരികളും അതുപോലെ ചോദ്യമായി വന്നിരിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയിൽ ഇനിയും അത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് അസസ്മെന്റ് ആസ് ലേണിംഗ് അഥവാ വിലയിരുത്തൽ തന്നെ പഠനം. ഇതെന്താണെന്ന് നോക്കാം. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയും ധാരണകളെയും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു തിരുത്തൽ പ്രക്രിയയും ഉണ്ട്. ഇതിനെ സ്വയം വിലയിരുത്തലായി കരുതാം. ഇപ്രകാരം സ്വയം നിർവഹിക്കുന്ന വിലയിരുത്തലിലൂടെയും പഠനം സാധ്യമാകുന്നു. ഇതിനെ വിലയിരുത്തൽ തന്നെ പഠനം അഥവാ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് സ്വയം നിർവഹിക്കുന്ന വിലയിരുത്തലാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് സംബന്ധമായിട്ടുള്ള ചോദ്യം നോക്കാം. കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാ കൊഗ്നിറ്റീവ് തലവും വിലയിരുത്തലിനുണ്ട്. ഇതിനെ പറയുന്നത് കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാ കൊഗ്നിറ്റീവ് തലവും വിലയിരുത്തലിനുണ്ട്. ഇതിനെ പറയുന്നത് എ. പഠനത്തെ വിലയിരുത്തൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, ബി. പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്, സി. വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ്, ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ഓൾ ദി എബവ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ്. 2020 PSC നടത്തിയ UPSA പരീക്ഷയിലുള്ള ചോദ്യം നോക്കാം. പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്. പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് എ. പഠനത്തെ വിലയിരുത്തൽ, ബി. പഠനത്തിനായുള്ള വിലയിരുത്തൽ, സി. പഠനം തന്നെ വിലയിരുത്തൽ, ഡി. പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ആൻസർ സി തന്നെയാണ്, പഠനം തന്നെ വിലയിരുത്തൽ. ചോദ്യം 15. സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്ത്? സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്താണ്? എ. കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്, ബി. ആശയാദാന മാതൃക കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ,
സി സംവാദാത്മക പഠനം ഡയലോജിക്കൽ ലേണിംഗ്. ഡി പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. ആൻസർ ഡി തന്നെയാണ്, റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം. ഇനി ലളിതമായിട്ട് റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റെസിപ്രോക്കൽ ടീച്ചിങ് refers to an activity in which students become the teacher in small group reading session. റെസിപ്രോക്കൽ ടീച്ചിങ് നടത്തുന്നത് ടീച്ചർ അല്ല, യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവിടെ വിദ്യാർത്ഥികൾ ടീച്ചർമാരായി മാറുകയാണ്. അതായത് ഇതൊരു റീഡിംഗ് സെഷനാണ്, എന്തെങ്കിലും ഒന്ന് വായിക്കുന്ന ഒരു സെഷനാണിത്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കാണാം, സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി, അഥവാ ഒരു ലേഖനം കൊടുത്തു കുട്ടികൾക്ക്. അത് വായിക്കാനാണ് പറയുന്നത്, അത് വായിക്കുന്ന സെഷനാണ്. എന്തൊക്കെ ആ കുട്ടികൾ ചെയ്യേണ്ടത്? അത് നമ്മുടെ ചോദ്യത്തിൽ കാണാം. 4 കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത്. അതാണ് ഈ ചിത്രത്തിൽ നമ്മൾ വലുതാക്കി എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിങ്, സമ്മറൈസിങ്, ക്ലാരിഫയിങ്, പ്രഡിക്റ്റിംഗ്. ഇതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ 4 ഭാഗങ്ങൾ. അത് ഈ ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് കാണാം. ഒന്നാമതായി ടീച്ചർ പറയുന്നു, ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും. അതാണ് ക്വസ്റ്റ്യനിങ്, ചോദ്യങ്ങൾ ഉന്നയിക്കുക. രണ്ടാമത്തത് ആശയങ്ങൾ ചുരുക്കുന്നതിനും. അതാണ് സമ്മറൈസിങ്, ആശയങ്ങൾ ചുരുക്കുക. ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും. അതാണ് ക്ലാരിഫയിങ്. ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനും. അതിനാണ് പ്രഡിക്റ്റിംഗ്. അതാണ് ടീച്ചർ പറയുന്നത്. അതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതും. അപ്പൊ ഇതിനെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുക. അതിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടാവും: ക്വസ്റ്റ്യനിങ്, സമ്മറൈസിങ്, ക്ലാരിഫയിങ്, പ്രഡിക്റ്റിംഗ്. ചോദ്യം 16. പെൺകുട്ടികൾക്ക് ക്ലാസ് അടിച്ചു വൃത്തിയാക്കുന്ന പണിയാണ് കൂടുതൽ നല്ലത്. ആൺകുട്ടികൾ ഡെസ്കും ബെഞ്ചും മാറ്റിയിടട്ടെ, ക്ലാസ് ടീച്ചർ പറഞ്ഞു. ടീച്ചറുടെ ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ബി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സി. ജെൻഡർ ബയാസ്. ഡി. ജെൻഡർ ഐഡന്റിറ്റി. ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്, ലിംഗവിവേചനമാണ്. ബി ആണ് ഉത്തരം. ചോദ്യം 17. താഴെ കൊടുത്തവയിൽ കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? താഴെ കൊടുത്തവയിൽ കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? Which of the following concepts are considered in Carl Rogers' view of personality theory? A. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. ബി. ആദർശാത്മക അഹം, ഐഡിയൽ ലൈഫ്. നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. സി. ആദർശാത്മക അഹം, ഐഡിയൽ ലൈഫ്. പക്വ വ്യക്തിത്വം, മെച്ചേർഡ് പേഴ്സണാലിറ്റി. നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഡി. പക്വ വ്യക്തിത്വം, മെച്ചേർഡ് പേഴ്സണാലിറ്റി. ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്. നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഉത്തരം ഏതാണ് എന്ന് നമുക്ക് അവസാനം പറയാം. എന്താണ് കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്തം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതാണ് എന്നും നോക്കാം. കാൾ റോജേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം സംബന്ധമായിട്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ വക്താവാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അഥവാ മാനവിക സമീപനം. അതായത് ഫ്രോയിഡിന്റെ കാഴ്ചപ്പാടുകളൊന്നും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഫ്രോയിഡിന്റെ കാഴ്ചപ്പാട് നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം. സൈക്കോ അനലൈറ്റിക്കൽ അപ്രോച്ചാണ് ഫ്രോയിഡിന്റെ സമീപനം. ഫ്രോയിഡ് പറയുന്നത് അബോധ മനസ്സിനാണ് പ്രാധാന്യം. അബോധ മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഫ്രോയിഡ് വ്യക്തിത്വത്തെ ഒക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ മാനവിക സമീപനം സ്വീകരിക്കുന്നവർ, കാൾ റോജേഴ്സിനെ പോലുള്ളവർ അതിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഓരോ മനുഷ്യനും സ്വന്തം കഴിവും ക്രിയേറ്റിവിറ്റിയും
വ്യക്തിവികാസവും ഒക്കെ പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുമെന്നാണ്. വ്യക്തിത്വം സംബന്ധമായിട്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അഥവാ മാനവികതാ സമീപനം സ്വീകരിച്ചത് കാൾ റോജേഴ്സ് മാത്രമല്ല, അബ്രഹാം മാസ്ലോവും ആ സമീപനത്തിന്റെ വക്താവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലോ. എന്താണ് കാൾ റോജേഴ്സ് പറയുന്നത്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതാണ് സെൽഫ് തിയറി. അതാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. വ്യക്തിത്വം സംബന്ധമായിട്ട് കാൾ റോജേഴ്സ് മുന്നോട്ട് വെക്കുന്നത് സെൽഫ് തിയറിയാണ്. എന്താണ് സെൽഫ് തിയറി? സെൽഫ് തിയറിയുടെ മലയാളം ആത്മാവബോധ സിദ്ധാന്തം എന്നാണ്. ആത്മാവബോധ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ കാൾ റോജേഴ്സ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് സെൽഫ്. മലയാളത്തിൽ അതിനെ അഹം അല്ലെങ്കിൽ ആത്മബോധം എന്നൊക്കെ പറയാം. ഈ സെൽഫിനെ അദ്ദേഹം രണ്ടായിട്ട് വേർതിരിച്ചു. ഒന്നാണ് റിയൽ സെൽഫ്, മലയാളത്തിൽ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയുന്നു. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അഥവാ റിയൽ സെൽഫ്. രണ്ടാമത്തതാണ് ഐഡിയൽ സെൽഫ്, മലയാളത്തിൽ ആദർശാത്മക അഹം എന്ന് പറയും. ആദർശാത്മക അഹം. എന്താണ് റിയൽ സെൽഫ്? എന്താണ് ഐഡിയൽ സെൽഫ്? ഒരാൾ ഒരു ഗുസ്തിക്കാരൻ ആകാൻ ആഗ്രഹിക്കുന്നു. അതാണ് അയാളുടെ ഐഡിയൽ സെൽഫ്. അയാൾ ആകാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഐഡിയൽ സെൽഫ്. ഒരു ഗുസ്തിക്കാരനാകാൻ അയാൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അയാൾ ആരാണ്? അതാണ് റിയൽ സെൽഫ്. ഇപ്പോൾ ഒരുപക്ഷെ അയാൾ നിൽക്കാൻ പോലും സാധിക്കാത്ത ഒരു മെലിഞ്ഞ ഒരാളായിരിക്കാം, ഒരു ശേഷിയില്ലാത്ത ആളായിരിക്കാം, അങ്ങനെ അല്ലാതിരിക്കാം. ഏതായിരുന്നാൽ ഇപ്പോഴയാൾ ആരാണോ അതാണ് അയാളുടെ റിയൽ സെൽഫ്. അയാൾ ആരാവാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ഐഡിയൽ സെൽഫ്. ഇങ്ങനെ ആ ഐഡിയൽ സെൽഫ് ആവാൻ അയാൾക്ക് കുറെ കാലത്തെ അധ്വാനം കൊണ്ട് സാധിച്ചാൽ അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക, ആത്മസാക്ഷാത്കാരം. അങ്ങനെ ഐഡിയൽ സെൽഫ് ആവണമെങ്കിൽ, അയാൾക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ, അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ അയാൾക്ക് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു പൊരുത്തം വേണം. അഥവാ തീരെ ശാരീരിക ശേഷി ഇല്ലാത്തവൻ ഗുസ്തിക്കാരനാവാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് തമ്മിൽ ഒരു പൊരുത്തമില്ല. പൊരുത്തമുണ്ടായിരിക്കണം. ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടായിരിക്കണം. എങ്കിലേ അയാൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ, സെൽഫ് ആക്ച്വലൈസേഷൻ നേടി ഐഡിയൽ സെൽഫ് എന്ന ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പൊരുത്തമില്ലാത്തതാണ് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു പൊരുത്തം ഇല്ല എങ്കിൽ ഒരുപാട് വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ നാട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ചില കുട്ടികളുണ്ടാവും. അവർ എൻട്രൻസ് ഒക്കെ ഒരുപാട് എഴുതി നോക്കും, പക്ഷെ അവർക്ക് തീരെ അതിനുള്ള കഴിവും ശേഷിയും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പലവിധ പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ കാമ്പ്. അതോടൊപ്പം തന്നെ കാൾ റോജേഴ്സ് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നേടണമെങ്കിൽ മറ്റൊരു കാര്യം കിട്ടേണ്ടതുണ്ട്. അതായത് അയാൾക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ലഭിക്കണം. നിരുപാധിക പരിഗണന, നിരുപാധിക പരിഗണനയും സ്നേഹവും അയാൾക്ക് ലഭിക്കണം. ഒരു വ്യക്തിക്ക് ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ അയാളെ പരിഗണിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവർ തയ്യാറാവണം, അയാളെ പിന്തുണക്കാനും തയ്യാറാവണം. അപ്പോൾ മാത്രമേ അയാൾക്ക് ആ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, വലിയ നേട്ടങ്ങളൊക്കെ നേടിയ ആളുകൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ, അവരുടെ സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ പിന്തുണ, അതൊക്കെയാണ് എന്നെ ഈ വലിയ നേട്ടത്തിൽ എത്തിച്ചത് എന്ന് പറയാറില്ലേ? അതാണ് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തണമെങ്കിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് വേണം, നിരുപാധിക പരിഗണന, നിരുപാധിക സ്നേഹവും പരിഗണനയും വേണമെന്നും കാൾ റോജേഴ്സ് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ചോദ്യം നമുക്കൊന്നുകൂടി വായിക്കാം. താഴെ കൊടുത്തവയിൽ കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? അതിൽ ബി എന്ന ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അവിടെ ഐഡിയൽ സെൽഫ് എന്നുണ്ട്, റിയൽ സെൽഫ് എന്നുണ്ട്, അതിനിടയിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുമുണ്ട്. അപ്പൊ അതാണ് കൂടുതൽ ശരി എന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്നാൽ എ എന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കിയാൽ അവിടെയുമുണ്ട് റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ്, സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ
നേടുന്നതിനെ പറ്റിയിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന വാക്കും അവിടെ ഉണ്ട്. അപ്പോൾ എ ആണോ ബി ആണോ എന്ന് തീർത്ത് പറയാൻ നമുക്ക് സാധിക്കില്ല. കൂടുതൽ ശരി ബി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം 18. വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏതാണ്? വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? എ. വികാസം ക്രമീകൃതമാണ്. ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി. ബി. വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. സി. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. ഡി. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. ആൻസർ അഥവാ വികാസ തത്വങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അത് തെറ്റാണ്. ശരിയായത് എങ്ങനെയായിരുന്നു? ജനറൽ ടു സ്പെസിഫിക് എന്നാണ്. ഇവിടെ സ്പെസിഫിക് ടു ജനറൽ എന്നാണ് പറയുന്നത്. നേരെ തിരിച്ചാണ്. ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നാണ് വേണ്ടത്. വികസന സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കേട്ടറ്റ് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഏതെല്ലാമാണ് ഈ വികസന സിദ്ധാന്തങ്ങൾ എന്ന് ചുരുക്കിയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ വികസന സിദ്ധാന്തമാണ് വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ് എന്നത്. വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. ജീവി തന്റെ പരിസ്ഥിതിയുമായി പ്രതികരിക്കുന്നതിന്റെ ഫലമാണ് വികസനം. അതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. അഥവാ ജീവിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതികരണത്തിന്റെ പരസ്പര വർത്തനത്തിന്റെ ഫലമാണ് വികസനം. അതാണ് ഒന്നാം സിദ്ധാന്തം. രണ്ടാമത്തത് വികസനം ഒരു അനസ്യൂത പ്രക്രിയയാണ്. കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായി നടക്കുന്നതാണ്, അനസ്യൂത പ്രക്രിയയാണ്. അതായത് വികസനം ശിശു ബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങുമ്പോൾ ആരംഭിച്ച് മരണം വരെ അനസ്യൂതം തുടരുന്നു. അതാണ് രണ്ടാമത്തത്. വികസനം ഒരു വ്യക്തിയുടെ ഗർഭാവസ്ഥ മുതൽ തന്നെ പിന്നെ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് രണ്ടാമത്തെ സിദ്ധാന്തം. മൂന്നാമത്തത് വികസനം ക്രമാനുഗതമായ ഒരു മുറക്ക് അനുസരണമായി നടക്കുന്നു. അഥവാ നേരത്തെ ആ ചോദ്യത്തിൽ ഒന്നാമതായി പറഞ്ഞല്ലോ, അത് ക്രമീകൃതമാണ്, ഓർഡർലി ആണ്, ഒരു ഓർഡർ അനുസരിച്ചാണ് അത് നടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതായത് എല്ലാ ശിശുക്കളും എല്ലാ കുട്ടികളും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കാൻ പഠിക്കുന്നു. വ്യക്തമായി സംസാരിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കൊഞ്ഞയോടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരമാണ്, ക്രമാനുഗതമായ ഒരു മുറക്ക് അനുസരണമായിട്ടാണ് ഈ വികസനം നടക്കുന്നത്. അതെല്ലാവരിലും അങ്ങനെയാണ്. നാലാമത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമായി വന്നതാണ്. വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ആദ്യകാലത്ത് ആനന്ദം പ്രകടിപ്പിക്കുന്നത് ശരീരം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ കുറച്ച് പ്രായമാകുമ്പോൾ അത് ഒരു ചിരിയിൽ ഒതുങ്ങുന്നു. ആദ്യം ശരീരം മുഴുവൻ ഇളക്കിക്കൊണ്ടാണ് ഒരു കുട്ടി ആനന്ദം പ്രകടിപ്പിക്കുക. എന്നാൽ അല്പം വലുതായി കഴിഞ്ഞാൽ അതൊരു ചിരിയിൽ ഒതുങ്ങുന്നു. ഇതിനാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതങ്ങളാണ്. വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതങ്ങളാണ്. അതായത് സാമൂഹികം, ശാരീരികം, ബൗദ്ധികം തുടങ്ങിയ മേഖലകളിലൊക്കെയുള്ള വികസനം അത് പരസ്പരം ആശ്രയിച്ചാണ് കിടക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് ശരീര വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സാമൂഹിക വ്യവഹാരങ്ങളൊക്കെ മന്ദഗതിയിലാണ് വികസിക്കുക. നല്ല ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ അവൻ ഭൗതികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വളരെ ഊർജ്ജസ്വലനായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാമൂഹികം, ശാരീരികം, ബൗദ്ധികം ഈ മേഖലയിലൊക്കെയുള്ള വളർച്ച പരസ്പരം ആശ്രയിച്ചു കിടക്കുന്നു എന്നതാണ് അഞ്ചാമത്തെ തത്വം. ആറാമത്തത് വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ്. വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ്. അതായത് ഓരോ വ്യക്തിക്കും അയാളുടേതായ വികസന തോത് ഉണ്ടായിരിക്കും. ഒരേ പ്രായത്തിൽപ്പെട്ട കുട്ടികളുടെ വ്യവഹാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ സാമൂഹികവും വൈകാരികവുമായ വികസനത്തിൽ വലിയ വ്യക്തിവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും.
ഏഴാമത്തത്, ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ കാണാം. ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷത, ബാല്യകാലത്ത്, കൗമാരകാലത്ത്, അങ്ങനെ ഓരോ വികസന ഘട്ടമാണ്. അതിനൊക്കെ അതിൻ്റെതായ ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഈ ആളുകൾ തമ്മിൽ വ്യക്തിവ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ഒരേ വികസന ഘട്ടത്തിലൂടെ ക്രമത്തിൽ അവർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓരോ വികസന ഘട്ടത്തിലും ചില സവിശേഷതകൾ മറ്റുള്ളവയേക്കാൾ വേഗത്തിലും പ്രകടമായിട്ടും വികസിക്കുന്നു. ഉദാഹരണത്തിന്, ചില വികസന ഘട്ടങ്ങളിൽ എല്ലാവർക്കും തന്നെ അനഭിലഷണീയമായ അഥവാ മോശമായ സ്വഭാവങ്ങൾ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. എട്ടാമത്തത്, വികസനം സഞ്ചിതമാണ് അഥവാ ക്യുമുലേറ്റീവ് ആണ്. നമ്മുടെ ചോദ്യത്തിൽ ഡി എന്ന ഓപ്ഷൻ ഇതാണ്, വികസനം സഞ്ചിതമാണ്. എന്താണ് വികസനം സഞ്ചിതമാണ്, ക്യുമുലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ? ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന വികസനം തുടർന്നുള്ള വികസനത്തിന്റെ അടിസ്ഥാനമായി തീരുന്നു. അതായത് ഒരു കുട്ടി പത്താം വയസ്സ് വരെ വളർന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ വളരുന്നത് അതിൻ്റെ ബാക്കിയാണ്. അതാണ് ഒരു വികസനം, ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന വികസനം തുടർന്നുള്ള വികസനത്തിന് അടിസ്ഥാനമായി തീരുന്നു. ഓരോ വികസന സവിശേഷതയും വ്യക്തിയുടെ മുൻ വളർച്ചയുടെയും അനുഭവത്തിൻ്റെയും സഞ്ചിത ഫലമാണെന്ന് പറയാം. ഒമ്പതാമത്തത്, വികസനം പ്രവചനക്ഷമമാണ് എന്നതാണ്. വികസനം അഥവാ വികാസം പ്രവചനക്ഷമമാണ്, പ്രഡിക്റ്റബിൾ ആണ്. അതാണ് നമ്മുടെ ചോദ്യത്തിലെ സി എന്ന ഓപ്ഷൻ. ഓരോ ശിശുവിലും പ്രത്യേക മേഖലകളിലെ വികസനത്തിന്റെ തോതിനെ സംബന്ധിച്ചിടത്തോളം പ്രവചനക്ഷമമായ ഒരു പ്രവണത കാണാം. തന്മൂലം ഭാവിയിൽ ഓരോ മേഖലയിലെയും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ശിശു ഏത് റേഞ്ചിലായിരിക്കും കാണപ്പെടുകയെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവചിക്കാനാവും. പത്താമത്തത്, വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും എന്ന പോലെ പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വികസനം പാരമ്പര്യ അഥവാ ഹെറിഡിറ്റി, പരിസ്ഥിതി അഥവാ എൻവയോൺമെന്റ്, ഇവയെ ആശ്രയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപക്വത അഥവാ മെച്യൂരിറ്റി, പഠനം, ഇവയെയും ആശ്രയിച്ചാണ് വികസനം നടക്കുന്നത്. അപ്പോൾ വികസനം 4 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പാരമ്പര്യം, പരിസ്ഥിതി, പരിപക്വത, പഠനം, ഇത് 4നെയും വികസനം ആശ്രയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവയെ 4നെയും ആശ്രയിച്ചാണ് വികസനം നടക്കുന്നത്. അടുത്ത ചോദ്യം, രമേഷ് മാഷ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി. കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുക? രമേഷ് മാഷ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി. കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുക? എ, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ബി, ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. സി, ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഡി, വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യക്ത്യാന്തര ബുദ്ധിയെ അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിനെ വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി എന്നും പറയാറുണ്ട്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി അല്ലെങ്കിൽ വ്യക്ത്യാന്തര ബുദ്ധി, ഇംഗ്ലീഷിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ഒരു വിഭാഗമാണ്. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അറിയാമല്ലോ. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഒരു ഇനമാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. എന്താണ് ഈ ബുദ്ധി? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നാൽ എന്താണ്? ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് പ്രതികരിക്കാനും സന്തോഷപ്രദമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ശേഷിയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവരോട് പ്രതികരിക്കുക, സന്തോഷപ്രദമായ ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ട് സ്ഥാപിക്കാനുള്ള ശേഷി. ഈ ഇന്റലിജൻസ് അഥവാ ഈ ബുദ്ധി കൂടുതലായി ഉള്ളവർക്ക് എന്തെല്ലാം ശേഷികളാണ് ഉണ്ടാവുക നോക്കാം. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ കാണുക, ക്ഷമാപൂർവമായ ശ്രദ്ധ, മറ്റു വ്യക്തികളുടെ മാനസിക നിലയും വികാരങ്ങളും മനസ്സിലാക്കുക, മാർഗദർശനം നൽകുക, സംഘവുമായി അഥവാ ഓരോ ഗ്രൂപ്പുമായി സഹകരിക്കുക, വ്യക്തികളുടെ ഉൾപ്രേരണകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കുക,
സാധാരണ ഭാഷയിലൂടെയും അല്ലാതെയും, സാധാരണ ഭാഷ എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ, അതുപോലെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷ, ഇതിലൂടെ ശരീരഭാഷ, ഇതിലൂടെയൊക്കെ ആശയവിനിമയം നടത്താൻ അവർക്ക് സാധിക്കും. വിശ്വാസം വളർത്തുക, എതിർപ്പുകളൊക്കെ സമാധാനപരമായിട്ട് ഒത്തുതീർക്കുക, മറ്റു വ്യക്തികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, ഇതൊക്കെയാണ് ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളുടെ ശേഷി. അവർ വളർന്നു വലുതായിട്ട് ആരായേക്കാം? മാർഗദർശകരാകാം, വിൽപ്പനക്കാരാവാം, രാഷ്ട്രീയ പ്രവർത്തകനാകാൻ സാധ്യതയുണ്ട്, വ്യവസായ സംരംഭകനാകാം, സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹിക സേവന സംഘടനാ പ്രവർത്തകൻ, ഇതൊക്കെയാണ് അവർ ഭാവിയിൽ ആയിത്തീരാൻ സാധ്യതയുള്ള ചില മേഖലകൾ. ചോദ്യം 20. താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളെ അഥവാ സ്ലോ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളെ അഥവാ സ്ലോ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? എ. വിജയകരമായി പൂർത്തിയാക്കാവുന്ന ചെറിയ പഠന പ്രവർത്തനങ്ങൾ നൽകുക. ബി. വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക. സി. ചെറുതും ക്രമീകൃതവുമായ പാഠഭാഗങ്ങൾ നൽകുക. ഡി. പാഠഭാഗങ്ങൾ ചെറിയ ഭാഗങ്ങളായി നൽകി ഓരോ ഘട്ടത്തിലും മടക്കധാരണ അഥവാ ഫീഡ്ബാക്ക് നൽകുക. ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. ഇതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ, ആ സ്ലോ ലേണേഴ്സിന് കൊടുക്കാൻ പറ്റാത്തത്. വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക. അത് പ്രതിഭാധനരായ കുട്ടികൾക്കൊക്കെയാണ് വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകേണ്ടത്. അത് സ്ലോ ലേണേഴ്സിന് നൽകാൻ പാടില്ല. 21. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗിന്റെ ശരിയായ പ്രക്രിയാഘട്ടങ്ങൾ ഏതാണ്? നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ ശരിയായ പ്രക്രിയാഘട്ടങ്ങൾ ഏതാണ്? എ. മാതൃക നൽകൽ മോഡലിംഗ്, ശ്രദ്ധ അറ്റൻഷൻ, ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ, നിലനിർത്തൽ റിട്ടൻഷൻ. ബി. ശ്രദ്ധ അറ്റൻഷൻ, മാതൃക നൽകൽ മോഡലിംഗ്, ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ, പ്രബലനം റീഇൻഫോഴ്സ്മെന്റ്. സി. ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ, നിലനിർത്തൽ റിട്ടൻഷൻ, മാതൃക നൽകൽ മോഡലിംഗ്, ശ്രദ്ധ അറ്റൻഷൻ. ഡി. മാതൃക നൽകൽ മോഡലിംഗ്, ശ്രദ്ധ അറ്റൻഷൻ, നിലനിർത്തൽ റിട്ടൻഷൻ, ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം എന്നല്ല, ഏതാണ്ട് ശരിയായ ഉത്തരം എന്ന് ഞാൻ കാണുന്നത് ഡി എന്ന ഓപ്ഷനെയാണ്. ഇതിൽ ശരിയായ എന്ന് പറയാൻ കാരണം മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിംഗ് ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രദ്ധ അഥവാ അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് മോഡലിംഗ് ആദ്യത്തിൽ വന്നത് എന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്താണ് ഈ ഒബ്സർവേഷൻ ലേണിംഗിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഒബ്സർവേഷണൽ ലേണിംഗിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. 1 അറ്റൻഷൻ, 2 റിട്ടൻഷൻ, 3 റീപ്രൊഡക്ഷൻ, 4 മോട്ടിവേഷൻ. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് ഒബ്സർവേഷൻ ലേണിംഗിനുള്ളത്. അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. ഇപ്പൊ നമ്മളെ ചോദ്യത്തിൽ മോട്ടിവേഷൻ ഇല്ല, പകരം മോഡലിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ B.Ed പുസ്തകമായ ഡോക്ടർ കെ ശിവരാജന്റെ വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാം. നിരീക്ഷണ പഠനത്തിലെ ഘട്ടങ്ങൾ എന്താണ്? അനുകരണത്തിൽ കാണാവുന്ന പരസ്പര ബന്ധിതങ്ങളായ 4 ഘട്ടങ്ങൾ അഥവാ മാർഗങ്ങൾ ബണ്ടൂര കണ്ടെത്തിയിട്ടുണ്ട്. എന്തെല്ലാമാണത്? ശ്രദ്ധ അറ്റൻഷൻ, സ്മരണയിൽ നിലനിർത്തൽ റിട്ടൻഷൻ, പ്രകടനം റീപ്രൊഡക്ഷൻ, പ്രബലനം മോട്ടിവേഷൻ എന്നിവയാണ് ഈ ഘട്ടങ്ങൾ. ശേഷം അവ ഓരോന്നും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ഇത് 4 ശ്രദ്ധ, സ്മരണയിൽ നിലനിർത്തൽ, പ്രകടനം, പ്രബലനം. പിന്നെ എങ്ങനെയാണ് മോഡലിംഗ് എന്നത് അതിൽ വന്നത് എന്ന് മനസ്സിലായിട്ടില്ല.
ചോദ്യം 22. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധിയെന്ന് റോബർട്ട് ജെ സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്ന് കണ്ടെത്തുക. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധിയെന്ന് റോബർട്ട് ജെ സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്ന് കണ്ടെത്തുക. എ. കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. ബി. എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്. സി. കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്. ഡി. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്. റോബർട്ട് ജെ സ്റ്റേൺബർഗ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലാണ് ഈ കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നത്. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസിൽ ബുദ്ധിക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്, 3 ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്, 2 എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്, 3 കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്.